بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സിഫാത്ത് സ്വരവിശേഷണങ്ങൾ ഇതിലെ അവസാനത്തെ ഭാഗമായ അറദിയ്യത്തായ സിഫത്തുകൾ താൽക്കാലികമായി പ്രത്യേകമായ സന്ദർഭങ്ങളിൽ മാത്രം കടന്നു വരുന്ന വിശേഷണങ്ങൾ, അതാണ് സിഫാത്തുൻ അറദിയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമാണ് തഫ്ഖീമും തർക്കീഖും. അതിലെ ഒരു വലിയ ഭാഗം നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി റാഇന് നൽകപ്പെടുന്ന പ്രത്യേകമായ ശബ്ദഗുണങ്ങൾ, റാഇൻ്റെ തഫ്ഖീം, റാഇൻ്റെ തർക്കീഖ്, ഇതാണ് നാം പറഞ്ഞു വരുന്നത്. ഇതിൽ സാക്കിനത്തായ റാ പദത്തിൻ്റെ മധ്യത്തിൽ വരുമ്പോൾ അതിനെ തഫ്ഖീം ചെയ്യേണ്ട നിബന്ധനകൾ, തർക്കീഖ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തർക്കീഖ് ചെയ്യേണ്ടത് ശുറൂത്തു തർക്കീഖ് ലിറാഇ സാക്കിനത്തിൽ മുതവസ്സിത, അത് നാം വിശദീകരിച്ച് കഴിഞ്ഞ ഭാഗമാണ്. പദത്തിൻ്റെ മധ്യത്തിൽ സുക്കൂൻ നൽകപ്പെട്ട റാഇനെ തർക്കീഖ് ചെയ്ത് നേർപ്പിച്ചുച്ചരിക്കേണ്ടതിൻ്റെ 4 നിബന്ധനകൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി തഫ്ഖീം ചെയ്തുച്ചരിക്കേണ്ടതിൻ്റെ നിബന്ധനകൾ, ഇത് നാം മനസ്സിലാക്കാൻ നമ്മൾ മുമ്പൊരിക്കൽ ആ ഭാഗം പെട്ടെന്ന് സൂചിപ്പിച്ചു പോയതാണ് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് ആ ഭാഗം വ്യക്തമായി മനസ്സിലാക്കാം. ഒന്നാമതായി അറിയേണ്ടത് അൻ യകൂന ഖബ്ല അർ-റാഇ ഫത്ഹ ഔ ദമ്മ, ഒരു പദത്തിൻ്റെ മധ്യത്തിൽ സാക്കിനായ റാ വരുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പിൽ ഫത്ഹോ ദമ്മോ ഉണ്ടായിരിക്കണം എന്നതാണ് ഒരു നിബന്ധന റാഇനെ തഫ്ഖീം ചെയ്യാനുള്ള. ഉദാഹരണമായി ലാ തർഫഉ, ലാ തർഫഉ, പിന്നെ യർദൗനഹു, ഇത് ഫത്ഹ വന്ന ഉദാഹരണം. ദമ്മിൻ്റെ ഉദാഹരണം യുർസഖൂൻ, നുർസിലുൽ മുർസലീൻ, നുർസിലുൽ മുർസലീൻ, അല്ലേ? 2 പദം വന്നു. ഉർകുദ് ബിരിജിലിക്, സൂറത്ത് സ്വാദിലാണ്. ഉർകുദ്, സ്വാദ് 42. ഉർകുദ്, ഇവിടൊക്കെ ഇടക്ക് മധ്യത്തിൽ സാക്കിനായ റാ തഫ്ഖീം ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുന്നത്. ഇവിടെ റാഇൻ്റെ തൊട്ടു മുമ്പിൽ ഫത്ഹ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ദമ്മ് വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഷർത്ത് എന്താണെന്ന് വെച്ചാൽ അൻ യകൂന ഖബ്ല അർ-റാഇ കസ്റത്തുൻ ആരിദ സവാഅൻ കാനത് ഹാദിഹിൽ കസ്റ മഅ അർ-റാഇ ഫീ കലിമതിഹാ അം കാനത് മുൻഫസിലതൻ അൻഹാ. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. താൽക്കാലികമായ പുതുതായി ഉണ്ടായിത്തീർന്നതായ കസ്ർ, അങ്ങനെയുള്ള കസ്റാണെങ്കിലും റായിനെ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചുകൊണ്ട് ഓതുകയാണ് വേണ്ടത്. അതാണ് രണ്ടാമത്തെ നിബന്ധന. ഉദാഹരണം ഇർജിഉ, ഇർകഉ എന്നൊക്കെ പറയുന്നത് പോലെ ഒറ്റ പദമാണ്, പക്ഷെ ആ കസ്ർ എന്തല്ല, സ്ഥിരപ്പെട്ടതല്ല. ഇർജിഉ അവിടെ ചേർത്ത് ഓതുമ്പോൾ ആ കസ്ർ പോയി പോകും, അല്ലേ? ഇർജിഇ ഇലാ റബ്ബികി എന്ന് സൂറത്തുൽ ഫജ്റിലുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി, ആ റാഇ തഫ്ഖീം ചെയ്യാണ് വേണ്ടത്. ചേർത്ത് ഓതുകയാണെങ്കിൽ يا أيتها
നഫ്സുൽ മുത്മഇന്നതു ഇർജിഇ ഇലാ റബ്ബിക്. അങ്ങനെയാണ് ചേർത്തോതുക. ആ കസ്ർ ഉണ്ടാവുകയില്ല. ഇനി മുൻഫസിലത്തായ കസ്റിൻ്റെ ഉദാഹരണമാണ് ഇനി റുത്തബിത്തും സൂറത്തു ത്വലാഖിൽ 4-ാമത്തെ വചനത്തിൽ ഇനി റുത്തബിത്തും. സൂറത്തു നൂർ 50-ൽ കാണാം അമിർതാബു അം ഇർതാബു എന്നാണ്. ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടി മീമിന് കസ്ർ കൊടുത്തു. എന്നുള്ള സാക്കിന മീമിനെ കസ്ര കൊടുത്തിട്ട് അമിർതാബു എന്ന് ഓതി. അപ്പോൾ ആ കസ്റും എന്താണ്? പുതിയ താൽക്കാലിക കസ്റാണ്, സ്ഥിരപ്പെട്ടതല്ല. അതും മുൻഫസിലത്തുമാണ്, ഒറ്റ പദമല്ല, വേർപിരിഞ്ഞു വന്ന പദമാണ്. സൂറത്തു ലിമനി റുത്തദ ലിമനി റുത്തദ എന്നൊക്കെ വന്നിട്ടുണ്ട്. ലിമനി റുത്തദ അതുപോലുള്ള പദങ്ങൾ വേറെയും ധാരാളം കാണാവുന്നതാണ്. وهذا الشرط مقابل للشرط الثاني من شروط الترقيق. തർക്കീഖിൻ്റെ രണ്ടാമത്തെ ഷർത്തായി പറഞ്ഞിട്ടുള്ളത് അസ്ലിയത്തായ കസ്റുണ്ടെങ്കിൽ തർക്കീഖ് ചെയ്യണം എന്നാണ്. ഫിർഔൻ, ഫിർദൗസ്, ഷിർക്ക്, ഇന്ന ഷിർക അല്ലേ, അതിൻ്റെ നേർ വിപരീതമായിക്കൊണ്ട് ഉള്ള നിബന്ധനയാണ് ഇവിടെ. എന്ന് വെച്ചാൽ ഇവിടുത്തെ കസ്ർ അസ്ലിയത്തല്ല, മറിച്ച് ആരിദത്താണ്, പുതുതായി ഉണ്ടായതാണ് എന്നർത്ഥം. മൂന്നാമത്തെ നിബന്ധന മൂന്നാമത്തെ നിബന്ധന എന്താണ്? أن يكون قبل الراء كسرة أصلية منفصلة عنها. മുൻഫസിലായ കസ്ർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. വേർപിരിഞ്ഞു വന്ന രണ്ട് പദത്തിൽ വന്ന എന്ത് കസ്റ്? മൂന്നാമത്തെ നിബന്ധന പറയുന്നത് സ്ഥിരപ്പെട്ട കസ്റാണ്, അസ്ലിയത്തായ കസ്റാണ്. പക്ഷെ എന്താണ്? പദത്തിൽ നിന്നും വേർപിരിഞ്ഞത്. ഏതുപോലെ? അല്ലദീ ഇർതദ എന്ന് പറയുന്നത് പോലെ. സൂറത്തു നൂറിലെ 55-ാമത്തെ ആയത്തിൽ അല്ലദീ എന്നതിൽ ആ ദാലിൻ്റെ കസ്റ അസ്ലിയത്താണ്, അത് സ്ഥിരപ്പെട്ടതാണ് വസ്ലിലും വഖഫിലും ഒക്കെ. പക്ഷേ എന്താണ്? പദം രണ്ടെണ്ണമാണെന്നർത്ഥം. അല്ലദീ ഇർതദ, അല്ലദീ ഇർതദ, അവിടെയും തഫ്ഖീം ചെയ്യണം. അപ്പോൾ തർക്കീഖ് ചെയ്യൽ എവിടെ മാത്രമാണ്? ഒറ്റപ്പദത്തിലായിക്കൊണ്ട് സ്ഥിരപ്പെട്ട കസ്ർ സാക്കിനായ റായിന് മുമ്പിലുണ്ടെങ്കിൽ മാത്രം. അതിന് വേറെയും പ്രശ്നം വരുന്നുണ്ട്. ശേഷം ഇസ്തിഅലാൻ്റെ അക്ഷരം ഉണ്ടാവാൻ പാടില്ല. അതാണ് അടുത്ത് പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള പദങ്ങളിൽ മാത്രമേ തർക്കീഖ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മളത് സൂചിപ്പിച്ച ഫിർദൗസ്, ഫിർഔൻ പോലെ, ഷിർക്ക് പോലെയുള്ള പദങ്ങൾ. നാലാമത്തെ നിബന്ധന കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. أن يكون بعد الراء حرف من حروف الاستعلاء السبعة المتقدمة. മുമ്പ് പറഞ്ഞ നാം മനസ്സിലാക്കി പോയിട്ടുള്ള 7 ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളുണ്ട്. തടിപ്പിച്ച് പെരുപ്പിച്ച് പറയേണ്ടതായ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ. ആ അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് സാക്കിനായ റായിൻ്റെ ശേഷം വരിക. റായിന് സുക്കൂനുണ്ട്, റായിൻ്റെ മുമ്പിൽ അസ്ലിയത്തായ സ്ഥിരപ്പെട്ട കസ്റൊക്കെ ഉണ്ട്. പക്ഷേ റായിന് ശേഷം വരുന്നത് ഇസ്തിഅലാഇൻ്റെ അക്ഷരമാണെങ്കിലും അവിടെ തഫ്ഖീം ചെയ്യുകയാണ് വേണ്ടത്. ഫിർഖ എന്ന ഉദാഹരണം പോലെ സൂറത്തു തൗബ 122-ൽ ഫിർഖ. അതുപോലെ സൂറത്തുൽ ഫജ്റിലും സൂറത്തുൻ നബയിലൊക്കെ ഉണ്ട് മിർസാദ്. ഇന്ന ജഹന്നമ കാനത് മിർസാദ. ഇന്ന
ഇന്ന റബ്ബക ലബിൽ മിർസാദ്. റാഇനെ തഫ്ഖീം ചെയ്യണം, കാരണം റാഇന് ശേഷം വരുന്നത് സ്വാദാണ്, ഇസ്തിഅലാൻ്റെ അക്ഷരമാണ്. ഫിർഖ എന്ന് പറയുമ്പോൾ റാഇന് ശേഷം വരുന്നത് ഖാഫാണ്. അതുപോലെ ഖിർത്താസ്, ഖിർത്താസ് എന്ന പദം, ഇതുപോലുള്ള പദങ്ങൾ വളരെ കുറവാണ്. താരതമ്യേന വളരെ കുറഞ്ഞ പദങ്ങളിൽ മാത്രമാണ് ഇങ്ങനെ റാഇന് സുക്കൂനും തൊട്ട് മുമ്പിൽ സ്ഥിരപ്പെട്ട കസ്റും എന്നാൽ ശേഷം ഇസ്തിഅലാഇൻ്റെ ഹർഫും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 4 നിബന്ധനകൾ ഒരുമിച്ച് കൂടൽ നിർബന്ധമാണെന്നർത്ഥം. എന്നാൽ നേരത്തെ നമ്മുടെ ബഹുമാനനായ അബു ആസിം ചോദിച്ച അതേ ചോദ്യത്തിൻ്റെ ഉത്തരം റാഇന് ശേഷം വേറെ വേറെ പദത്തിലായിട്ടാണ് ഇസ്തിഅലാൻ്റെ അക്ഷരം വരുന്നതെങ്കിൽ അവിടെ തഫ്ഖീം ഉണ്ടാവുകയില്ല. ഒറ്റ പദത്തിലായിക്കൊണ്ട് തന്നെ വരണം. മിർസാദ്, ഖിർത്താസ്, ഫിർഖ, അതൊക്കെ ഒറ്റ പദങ്ങളാണ്. എന്നാൽ ഫസ്ബിർ സ്വബ്റൻ ജമീല, ഫസ്ബിർ എന്ന റാ സാക്കിനായ റാ ആണ്. തൊട്ട് മുമ്പിൽ അസ്ലിയായ കസ്റുണ്ട്. പക്ഷേ ശേഷം സ്വാദ് സ്വബ്റൻ എന്ന ഇസ്തിഅലാൻ്റെ അക്ഷരം വന്നത് മറ്റൊരു പദത്തിലാണ്, വേർതിരിഞ്ഞു വന്ന മറ്റൊരു പദത്തിലാണ്. അൻസിർ ഖൗമക വലാ തുസഇർ ഖദ്ദക, ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അവിടെയൊന്നും തഫ്ഖീം ഉണ്ടാവുകയില്ല, കാരണം വേറെ പദങ്ങളിലായതുകൊണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ പദത്തിൽ വരണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും.